അത് ഇപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഈ ആഴ്ച തന്നെ നമ്മുടെ വിജിലൻസ് SP കോടതിക്ക് അന്തിമ റിപ്പോർട്ട് കൊടുക്കും. അത് കഴിഞ്ഞൊരു കോപ്പി സ്വാഭാവികമായിട്ട് എനിക്കും നൽകും. അത് കിട്ടിയതിന് ശേഷം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് തീരുമാനമെടുക്കും. എന്തോ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഈ റിട്ടയർ ചെയ്ത് പോയ ആളുകളുണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കും. അല്ല, ഇപ്പോൾ ഈ ഇദ്ദേഹത്തിനെതിരെ ചെമ്പുപാളി എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിനെ ബേസ് ചെയ്താണ്. അല്ല, അതൊക്കെ ഏജൻസി അന്വേഷിക്കട്ടെ. ഞാൻ പറയുന്നത് ഞങ്ങളത് മാത്രം അതിനൊക്കെ വിലയിരുത്താൻ വേണ്ടി മാത്രമുള്ള ആളുകളല്ലല്ലോ ഞങ്ങൾ. അതിനൊക്കെയാണ് ഒരു പിന്നെ ഒരു നല്ല ഏജൻസി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പിന്നെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല ഏജൻസി വെച്ചിരിക്കുന്നത്. അവരത് അന്വേഷിച്ച് തീരുമാനിക്കട്ടെ. പിന്നെ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ശ്രീകോവിലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് അന്തിമ വാക്ക് തന്ത്രിയുടേതാണ്. അത് സ്വാഭാവികമാണ്. അത് തന്ത്രിയുടെ പറ്റി പറയണ്ട, അത് സ്വാഭാവികമായ കാര്യമാണ്. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, അന്വേഷണ വിഭാഗത്തിൻ്റെ ഇതിൽ വരുന്നത്. പക്ഷേ സ്വാഭാവികമായും അത്തരം നടപടികളിൽ നിന്നും ഒരു അസാഫ്യത നമ്മൾ കാണണ്ട. തന്ത്രി ഒരു തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു ശുപാർശ വാങ്ങുന്നതൊക്കെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, വിജിലൻസിൻ്റെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഈ ആഴ്ച തന്നെ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കോപ്പി എനിക്ക് സ്വാഭാവികമായും ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേവസ്വം കൊണ്ട് തരുമല്ലോ. അതിനുശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. ഉറപ്പായിട്ടും.